ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെറും ആക്രി സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഗാർഡൻ ഐഡിയാസുകളാണ്. ഗാർഡനെ വളരെ മനോഹരമാക്കി തീർക്കുന്നതും അതുപോലെ ചിലവ് കുറഞ്ഞതും സിമ്പിളായതുമാണ് കേട്ടോ ഈ ഐഡിയാസുകളെല്ലാം. അപ്പോൾ എന്തായാലും നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലെയുള്ളൊരു ലാമ്പ് കൊണ്ടാണ് കേട്ടോ പ്ലാന്റർ ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു റാന്തൽ വിളക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ റെഡ് ഇനാമൽ പെയിൻ്റ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്ത് ഇടാം. അപ്പോൾ ഇതാ ഞാനിവിടെയാണ് ഇത് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു പോട്ടിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു റാന്തൽ വിളക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം ശരിക്കും കളയാൻ വെച്ചിരുന്ന ഒരു ലാമ്പാണിത്. അതിനെയാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുത്തത്. അടുത്ത പ്ലാന്റർ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ്. ഇത് പഴയൊരു ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന സ്റ്റാൻഡ് ടൈപ്പ്, അത് ഉപയോഗിക്കാതെ കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ഇതാദ്യം ചെയ്യുന്നത് ഇത് മൊത്തമായിട്ടൊന്ന് കയറുകൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കയറുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോട്ട് ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദാ ഇത് മൊത്തമായിട്ട് കയറുകൊണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഹോൾസിലൂടെ ജസ്റ്റ് 4 സൈഡിലൂടെയും ഇതുപോലെ ഇട്ടിട്ട് ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദാ അത് 4 സൈഡിലും ഞാൻ കയറുകൊണ്ട് ഇങ്ങനെ ഒരു ഹാങ്ങർ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും അതൊരു ഹുക്കുമേ ഹാങ് ചെയ്തിടാം. അപ്പം ഞാനിത് ഇവിടെ ഒരു ഹാങ്ങിങ് പോട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടൊരു പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഹാങ്ങായി വരുമ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അടുത്തതായിട്ട് ഇതുപോലെയുള്ള 2 കുടം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് 2 സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു അയൺ സ്റ്റിക്ക് ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിതാ ഞാനൊരു ജൂട്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാം. ഇപ്പോൾ ദാ ഞാനിവിടെയാണിത് ഹാങ് ചെയ്തിട്ടത്. ഇനി ചെയ്യണത് ഞാനിത് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡ് ഇനാമൽ പെയിൻ്റ് ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെ ഒരു പോട്ടാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ 2 കുടത്തിലും ഈ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്തൊരു പ്ലാന്റർ ഉണ്ടാക്കിയത് ഇതുപോലെയുള്ളൊരു PVC പൈപ്പ് ഉപയോഗിച്ചാണ്. അത്യാവശ്യം വട്ടമുള്ളൊരു PVC പൈപ്പാണ് കേട്ടോ ഇത്. അപ്പം ഞാനിതിന് ആദ്യം തന്നെ ചെയ്തതൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം റെഡ് ഇനാമൽ പെയിൻ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ ദാ മൊത്തമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെയുള്ളൊരു ചിരട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു PVC പൈപ്പിൻ്റെ അറ്റത്ത് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ PVC പൈപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ചിരട്ട എടുക്കാൻ. പിന്നെ ഞാൻ ഈ ഒരു PVC പൈപ്പ് 2 രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മണ്ണിൽ വെച്ച് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ 4 ഹോൾസുകൾ ഉണ്ടാക്കിയിട്ട് ടാങ്കീസ് ഉപയോഗിച്ചിട്ട് ഒരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ പ്ലാന്റ്സ് എടുക്കുന്നത് ഈ മുക്കുറ്റി ചെടികളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആകുമ്പോൾ PVC പൈപ്പിൽ നല്ല ഭംഗിയുണ്ടാകും അത് വളർന്ന് വരുമ്പോൾ കാണാൻ. അപ്പം ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകിൽ മണ്ണിൽ നേരിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഹാങ് ചെയ്തിടാം. അടുത്തതായിട്ട് ഞാനൊരു പ്ലാന്റ് സ്റ്റാൻഡാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ബക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ടുണ്ട് ഇത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് ചൂടിക്കയറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് കയറ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചുറ്റിയെടുക്കാൻ ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് മൊത്തമായിട്ടൊന്ന് കയറ് ചുറ്റിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ ബക്കറ്റ് ഫുള്ളായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കയറിൻ്റെ മേലെയുള്ള ഈ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നാരുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒരു അഭംഗികേടായിരിക്കും, അതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ ഞാനിപ്പോൾ നാരുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി ഈ ഒരു ബക്കറ്റ് ഞാൻ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ മേലെ പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്കിതൊരു പ്ലാന്റ് സ്റ്റാൻഡ് പോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആവുമ്പോൾ അതിങ്ങനെ താഴോട്ട് ഹാങ്ങായി വരുമ്പോൾ നല്ല ഭംഗിയാകും ഇത് കാണാൻ കേട്ടോ. ഇപ്പോൾ അതാ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു പ്ലാന്റ് സ്റ്റാൻഡാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഒരു 5 സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗാർഡൻ ഐഡിയാസ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. വെറും ആക്രി സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ് എല്ലാതും. അപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയാസൊക്കെ തോന്നിയത്. അപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം ചിലവും ഇല്ലല്ലോ ഇതിനൊന്നും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.